Hi guys, it's welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോകുന്നത് സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ സെക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും രണ്ട് സീരീസ് എന്തായാലും കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ലുക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ലുക്കിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. എന്നാലും ചെറിയൊരു കാര്യം പറയാം, ഫേസിന്റെ ചില പോർഷൻ ഈ ഒരു ഭാഗം വേറെ മേക്കപ്പ്, ഈ ഒരു ഭാഗം വേറെ മേക്കപ്പ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ചിലപ്പോൾ അത് ഇൻസ്പയർഡ് ഫ്രം ഓരോ ആർട്ടിസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ ഒരു ഒരു 5 ആളുടെ ഒന്നിച്ച് എൻ്റെ ഫേസ് ചെയ്യണതാവാം, അങ്ങനെയൊക്കെ. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സോ ഹിയർ വി ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് നമ്മുടെ ലിപ്പിൻ്റെ ഏരിയ ആൻഡ് ഏരിയ, അങ്ങനെ 3 സെക്ഷൻസ് ആണല്ലോ വരുന്നത്. അപ്പം 3 സെക്ഷൻ ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ഇയറിൻ്റെ നമ്മുടെ ചീക്ക് ബോണ്ട് ആ സൈഡിൽ ശരിക്കും അതിൻ്റെ അതേ സ്ലോപ്പിലേക്ക് കൂടെ എടുത്തിട്ട് നെക്കിൻ്റെ ആ പോർഷനിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എടുത്തത്. അതിനുശേഷം ഫോർഹെഡിൽ നിന്ന് ഒരു ഇൻക്ലൈൻഡ് ലൈൻ നേരെ നോസ് കട്ട് ചെയ്ത് ലിപ്പിൻ്റെ ക്യൂപ്പിഡ്സ് ബോൻ്റെ ആ പൊസിഷൻ എത്തുന്നവരെ എടുത്തു. അതിനുശേഷം നമുക്ക് ആ ഒരു ഇറ്റിൻ്റെ പോർഷനിൽ, അതായത് ആ ഒരു പോർഷനിലുള്ള ഹെയർസ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് പ്ലെയിൻ ആക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗത്തുള്ള ഹെയർസ് ഒന്ന് ഷേവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രൂപം. ഇനി നമുക്ക് ഇതിനുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫൗണ്ടേഷൻ ഓരോ ഷെയ്ഡിലും, ഓരോ സെക്ഷനിലും ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡിഫൈനായി കിട്ടും ഓരോ സെക്ഷനും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ചെയ്യണ ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു ഗേളിഷ് ടൈപ്പ് ഒരു ഫെമിനൈൻ ലുക്കാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫുള്ളും ഫൗണ്ടേഷൻ വെച്ചു. അതിന് ശേഷം കൺസീലറും ഒന്നിച്ചാണ്, അതായത് 1 ബ്ലെൻഡ് ടെക്നിക്കിൽ മൊത്തത്തിലൊന്ന് പെട്ടെന്ന് തീർക്കണം. 3 സെക്ഷൻ ചെയ്യാനുണ്ടല്ലോ. പിന്നെ കൺസീലറും അതേ ടൈം, അതായത് ഫൗണ്ടേഷനും രണ്ടും ഒന്നിച്ചാണ് അപ്ലൈ ചെയ്തത്. അതിന് ശേഷം സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് ക്യാമറയിൽ ക്യാച്ചബിൾ ആണെന്ന് വിചാരിച്ചില്ല. കാരണം എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ, അതായത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇത് കുറഞ്ഞു പോയല്ലോ തോന്നി. ബട്ട് ക്യാമറയിൽ നന്നായിട്ടുണ്ട് കേട്ടോ ആക്ച്വലി. ഓക്കെ, അപ്പോൾ അടുത്തത് അത് ഫുള്ളും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പാച്ചസ് ഇല്ലാണ്ട് ശ്രദ്ധിക്കണം, കാരണം കുഞ്ഞു സെക്ഷൻ ചെയ്ത ഭാഗം, ആ ഭാഗം നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്താൽ നമുക്ക് ആ ഓരോ സെക്ഷൻ്റെയും നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഭാഗത്തൊരു ബോയിൻ്റെ പോലെ, അതായത് അത്യാവശ്യം മോസ്റ്റാക്സ് താടി മീശയിലൊരു ആൺകുട്ടി ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സെയിം എക്സാക്ട് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പൊതുവേ ഒരു ഇച്ചിരി കുറക്കാറുണ്ട്, ഒരു ഇച്ചിരി ഫെയർനെസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ സെയിം ഷെയ്ഡ് എടുത്തു. അതിന് ശേഷം നമ്മളുടെ ലിപ്പിൻ്റെ അടിഭാഗത്തും കോണ്ടോറിൻ്റെ ആ പൊസിഷനിലും ഇച്ചിരി ലൈറ്റ് കളർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ലെവലാക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഇച്ചിരി ഡയമെൻഷൻ കൊടുത്താൽ മാത്രമേ ആ ഭാഗങ്ങൾ കുറച്ച് വൃത്തിയായുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള സെക്ഷനാണ് ഈ താഴത്തെ സെക്ഷൻ. അതിന് ശേഷം നമ്മൾ അതേ ഫൗണ്ടേഷൻ നെക്കിലൊക്കെ ഇട്ടതൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തതിലോട്ട് പോകാം. മൂന്നാമത്തതിൽ എന്താ വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ ഫുള്ളും ഡോട്ടറായി ചെയ്തതിന് ശേഷം ഫുള്ളും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ലൈറ്റ് കളർ ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്ലോലെസ് ആക്കണം. ആൻഡ് ഇതൊരു ഇറ്റാണല്ലോ, ഇറ്റ് ഏകദേശം ഒരു വൈറ്റ് കളറാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഫുള്ളും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അധികം പാച്ചസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് മെനക്കെട്ട് ചെയ്യുക, അത്ര തന്നെ. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സെക്ഷനിലോട്ടേക്കൊന്നും ഓവർലാപ്പ് ചെയ്യരുത്. സ്പഞ്ച് വന്ന ഈ ഒരു വൈറ്റ് ഫൗണ്ടേഷൻ അതിൻ്റെ മേലെ പോയി വീണ ബാക്കിയുള്ള ഫൗണ്ടേഷൻ ഇച്ചിരി ഹൈലൈറ്റ് ആയി കിടക്കും. അത് ഒഴിവാക്കാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോണ്ടോറിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ കോണ്ടോറ് ഞാൻ നോസിൽ നമ്മുടെ ബ്രൈഡിൻ്റെ പൊസിഷനിൽ കോണ്ടോർ ചെയ്യണുള്ളൂ, വേറെ എവിടെയും കോണ്ടോറിങ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്രൈഡിൻ്റെ പൊസിഷനിൽ നന്നായിട്ട് കോണ്ടോർ ചെയ്തു. ചീക്കും കോണ്ടോർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫോർഹെഡ് അത്യാവശ്യം കോണ്ടോർ ചെയ്തതിന് ശേഷം ഓക്കെ, നോസ് കോണ്ടോർ ചെയ്യുമ്പം നമുക്കുള്ള ഒരു പൊസിഷനിലോട്ട് വരുമ്പോൾ നോസിൻ്റെ പകുതിയോളം ഇറ്റിൻ്റെ ഒരു ഇതിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് അത്രയും ഷാർപ്പാക്കി കൊടുത്താൽ നോസ് ഇത്തിരി ചെറുതുപോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ നോർമലി ചെയ്യണ മാതിരി ചെയ്താൽ മതി. അതിന് ശേഷം സ്പഞ്ച് വെച്ച് ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ലൈറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ക്രീസാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും ഇതിൻ്റെ എല്ലാം ഫൗണ്ടേഷനൊന്നും കൺസീലറൊന്നും സെറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യമേ ട്രാൻസ്ലൂസൻറ്റ്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ ഷെയ്ഡിൻ്റെ ടോണിൻ്റെ പൊസിഷനിൽ വരുന്ന സെക്ഷനിൽ ട്രാൻസ്ലൂസൻറ്റ് നമ്മുടെ സെയിം നോർമൽ പ്ലെയിൻ ട്രാൻസ്ലൂസൻ്റ് അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്ത് ചെയ്യാം.
പിന്നെ ഇറ്റിൻ്റെ പൊസിഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ടാക്ക് ആൻഡ് പൗഡർ എടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത് ഇച്ചിരി ഒരു വൈറ്റ് കിട്ടും. പിന്നെ നമുക്ക് അവിടെ ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും ലീസ്റ്റ് ഉള്ള ഫൗണ്ടേഷൻ, വൈറ്റ് ഫൗണ്ടേഷൻ. ഇനി ഇതിലും താഴത്തോട്ട് നമുക്ക് പോകണമെങ്കിൽ വൈറ്റ് പൗഡേഴ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം കൺസീലർ ചെയ്ത് ആ പോർഷനിലൊക്കെ ഓക്കെ അത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം ഫുള്ള് നമ്മളൊന്ന് ബ്രഷ് വെച്ച് ബഫ് ചെയ്തെടുക്കുക. ഇനി ഐബ്രോസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ബ്ലാക്ക് പെൻസിലെടുത്ത് നന്നായിട്ടൊന്ന് ഐബ്രോ പെൻസിലെടുത്ത് ഫുള്ളൊന്ന് ആർച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സ്പൂളി വെച്ച് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ ആ ബ്രഷസ് എവിടെയെങ്കിലും പാച്ചസ് ആയിട്ട് ടച്ച് ആവാണ്ടുണ്ടെങ്കിൽ സ്പൂളി വെച്ച് ചെയ്യുമ്പോൾ അത് ഫുള്ളൊന്ന് കവർ ആവും. അപ്പോൾ നമ്മളെ ഐബ്രോ കുറച്ചും കൂടെ നല്ല ആർച്ച് ചെയ്ത് കിട്ടും. പിന്നെ കൂടാതെ ടെയിലിലോട്ട് എത്തുന്തോറും നമുക്ക് ഇച്ചിരി ഷെയ്ഡ് കൂടി വരണമല്ലോ, അതും സ്പൂളി വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വരും. നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇച്ചിരി ലൈറ്റ് കളറും സ്പൂളി വെച്ച് ഇങ്ങനെ എന്തായാലും സ്പൂളി വെച്ച് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് ഐബ്രോസിൽ യൂസ് ചെയ്യുന്നതെങ്കിലും. അതിനുശേഷം നമുക്ക് ഐ ഷാഡോയിലോട്ട് പോകാം. ഐ ഷാഡോ ഞാൻ ഒരു ഗ്രീൻ, ബ്ലാക്ക്, ഓംബ്രെ, ഒരു ബേജ് കളർ ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഗ്രീൻ എടുത്തിട്ട് ബേസ് പോലെ ഗ്രീൻ ഔട്ടർ കോർണേഴ്സിൽ നിന്ന് ഇന്നർ കോർണറിലോട്ട് ക്രീസിൻ്റെ ഇതിലേക്ക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്യണം. പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്രാവശ്യം വരുന്നില്ല, കട്ട് ക്രീസ് ഒന്നും ചെയ്യണില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബ്ലാക്ക്, അല്ലെങ്കിൽ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു മിസ്സലീനിയസ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി നല്ലൊരു ഷിമറും ഉണ്ട്, അത്യാവശ്യം ബ്ലാക്കും നല്ല കട്ടി ഗ്രീനുമാണ്. അപ്പോൾ നമ്മൾ ക്രീസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ലിഡുമ്മൽ ഇച്ചിരി ഒരു ഗോൾഡ്, ഒരു ബ്രൈഡലിനൊപ്പം ഇച്ചിരി ഗോൾഡ് ഷിമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലുക്കിലോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇച്ചിരി ഗോൾഡ് ലിഡുമ്മൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബഫ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ ഈ ബേജ് കളർ എടുത്തിട്ട് നമ്മുടെ ഈ ഗ്രീനിനെ നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മളൊരു ബേജ് കളർ എടുത്ത് ബഫ് ചെയ്യുക. അതിനുശേഷം ഈ അപ്പർ ലിഡിലിട്ട് എല്ലാ കളേഴ്സും നമ്മൾ ലോവർ ലിഡിലിടാനും മറക്കരുത്. ഓക്കെ, ഇത്രയൊക്കെ ഐലൈനേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് ഞാനൊരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് വരക്കുകയാണ്. ഓക്കെ, അപ്പം മോസ്റ്റ്ലി എല്ലാവരും ചെയ്യണ മാതിരി തന്നെ ഒരു വ്യത്യാസമില്ല. പിന്നെ അതൊരു ലോവർ ലൈനിൽ ഒരു 2/3 വരെ വരച്ചിട്ടുള്ളൂ. അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്തു. ഓക്കെ, 2-3 കോട്ട് മസ്കാര അപ്ലൈ ചെയ്യുക. ആൻഡ് അതിനുശേഷം ലാഷസും കൂടെ വെച്ചു. അതിനുശേഷം ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിൻ്റ് മൊത്തം, അതായത് ആ ബ്രൈഡിൻ്റെ സെക്ഷനിൽ വരുന്ന ഹയസ്റ്റ് പോയിന്റിൽ ഞാൻ ബാക്കിയിൽ ക്ലിപ്പൊന്നും ആഡ് ചെയ്യണില്ല. ചീക്കിൽ ഹൈലൈറ്റ് ചെയ്യണ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ നമ്മുടെ ബ്രോ ബോൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചീക്ക് ബോണും ഫോർഹെഡും പിന്നെ നമ്മുടെ ടീ സോണും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ബ്രഷ് വെക്കുന്ന ഭാഗമാണ് ടീ സോൺ. അതിനുശേഷം നമ്മളിങ്ങനെ ചെയ്യാനുള്ളത് നമ്മളുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ തേർഡ് സെക്ഷനാണ്. അതിൻ്റെ സെക്കൻഡ് സെക്ഷൻ ലിപ്പിൽ മാത്രമാണ് ഡീറ്റെയിൽസ് ഉള്ളൂ. ഓക്കെ, നമ്മൾ ലിപ്പിൽ നല്ലൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ന്യൂഡ് കളർ എടുത്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ കൂടെ നമ്മളൊരു പൗഡർ പഫ് വെച്ചിട്ട് നമ്മൾ പൗഡർ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഭാഗത്തൊരു ബോയ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ന്യൂഡ് വേണ്ട, എന്നാൽ ഇച്ചിരി കൂടെ നാച്ചുറൽ ലുക്ക് ആവണം. സോ നമ്മൾ ബ്രഷ് വെച്ച് പൗഡർ പാക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ തേർഡ് സെക്ഷനിലോട്ട് പോകുന്നത് ഇറ്റിൻ്റെ. അപ്പോൾ ഇറ്റിൽ നമ്മൾ ആദ്യം തന്നെ റെഡ് കളർ ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ ക്രീസിലോട്ടോ ആദ്യം തന്നെ അപ്ലൈ ചെയ്യണേ. നമ്മളത് ആദ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബേസാണ്. ഇതിൻ്റെ മേലെ നമുക്ക് അത്യാവശ്യം അതുകൊണ്ട് ഡീറ്റെയിൽസ് വരുമ്പോഴത്തേനും ഇത് ഇച്ചിരി ഒരു പിങ്കാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം നമ്മൾ കട്ട് ക്രീസ് ചെയ്യണ മാതിരി ബ്ലാക്ക് വെച്ച് ചെയ്യാണ് കേട്ടോ. കൺസീലർ വെച്ചാണ് ചെയ്യുക, ബട്ട് നമുക്ക് ആ ഭാഗത്തൊരു ബേജ് ഓംബ്രയാണ് വേണ്ടത്. അതായത് നമ്മളുടെ ലെഫ്റ്റ് ഐയിൽ മറ്റേ നമ്മുടെ ബ്രൈഡിൻ്റെ ലുക്കിലുണ്ടല്ലോ, ഏതാണ്ട് അതും റെഡും മാത്രം വെച്ച് നമ്മളുടെ ഇറ്റിലോട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നർ കോർണേഴ്സിൽ ഇച്ചിരി ഡോട്ട് ഇട്ടുണ്ടോ ഔട്ടർ പോർഷനിൽ, അതെന്തിനാ വെച്ചാൽ ഇറ്റിൻ്റെ കണ്ണ് ഇച്ചിരി നല്ല ഷാർപ്പായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചില പൊസിഷനിൽ ഇച്ചിരി ക്ഷീണം വേണം, ബട്ട് അത് കൂടാതെ ഇച്ചിരി കൂടെ ഷാർപ്പായി നിൽക്കുന്ന പോലത്തെ ഐസാണ് വേണ്ടത്. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്തു. ആൻഡ് കൂടാതെ നന്നായിട്ട് അതൊന്ന് മേലോട്ടേക്ക് ബഫ് ചെയ്ത് കൊടുത്തിട്ട് എന്നാൽ മാത്രമേ അതൊന്ന് ഫിനിഷ് ആവുള്ളൂ ഐസ്. ആൻഡ് ലോവർ ലാഷിലോട്ട് വരുമ്പോൾ അത് നന്നായിട്ട് ലോവർ ലാഷിൻ്റെ കുറച്ചും കൂടെ താഴോട്ട് ചെയ്യണം. നമ്മുടെ ഹൈലൈറ്റ് ചെയ്യണ പോർഷൻ വരെയെങ്കിലും നമ്മൾ ആ ബ്ലാക്ക് ഐ ഷാഡോ
അപ്ലൈ ചെയ്യണം. അതേ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഞാൻ ബ്രൗസും ഒന്ന് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ലിപ്പിലോട്ട് പോകുമ്പോഴത്തേനും ലിപ്പ് എപ്പോഴും പെന്നിവൈസ് ഭയങ്കര ചിരിച്ച ഫേസാണ്. ഉള്ളിൽ ക്രൂരരാണെങ്കിലും ചിരിച്ചുകൊണ്ടാണ് പെന്നിവൈസിൻ്റെ എല്ലാ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ ചിരിക്കുന്ന മാതിരി ലിപ്പിനെ ഔട്ടർ കോർണർ ഒന്ന് പൊക്കി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇറ്റിൻ്റെ ലിപ്പ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ണിലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോർഹെഡിലേക്കാണല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽഡ് വേണ്ട, നമുക്ക് എവിടെയാണ് ആ പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടി ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് പെന്നിവൈസിൻ്റെ ഐസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കുറച്ചും കൂടെ ഹൊററാക്കാൻ വേണ്ടി, ആക്ച്വലി നമ്മളെ സിനിമയിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ബ്ലഡ് ഒന്നല്ല, ബട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ, റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ റെഡ് ഫുള്ളും ബ്ലഡ് വെച്ച് ഫില്ല് ചെയ്യുക. കൂടാതെ കുറച്ചൊന്നും ബ്ലാക്കും കൂടെ വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരുമാതിരി പെയിൻ്റ് അടിച്ച പോലത്തെ ബ്ലഡ് ആയിരിക്കും. അപ്പോൾ വേണ്ട, ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുമ്പോഴാണ് ആ ബ്ലഡിൻ്റെ കുറച്ചും കൂടെ ക്ലോട്ട് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. അത് നമ്മൾ ഫുൾ ഫോർഹെഡ് വരെ ചെയ്യണം. കൂടാതെ നമ്മൾ നേരത്തെ നമ്മൾ ക്രീസുമ്മൽ ഇട്ട ഐ ഷാഡോ ഉണ്ടല്ലോ, അതും കൂടെ ബ്ലഡ് വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യണം. അത്രയ്ക്കുള്ളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള വേറെ സംഭവം നോസാണ്. നോസിൻ്റെ അറ്റത്ത് നമ്മൾ ക്ലൗണിൻ്റെ ഉണ്ടാവണ മാതിരി ഒരു സംഭവം പെന്നിവൈസിന് അതിൻ്റെ മേലെ ഫേസിൽ ഡ്രോ ചെയ്തിട്ടുണ്ടാവുക. അതും നമ്മൾ വരക്കുക. അതിനെ ഒന്ന് ബ്ലഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ദെൻ ഫിനിഷ് ദ ലുക്ക്.